അസ്ലമോയമാണ് ജനാധിപത്യത്തിൽ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് എന്നുള്ളത്. നമുക്ക് SIR എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടാവും. ഒരുപാട് കുടുംബ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ആളുകൾക്ക് ഒരുപാട് ആശങ്കയുണ്ട്. അതിപ്പോൾ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നുമല്ല. SIR എന്നുള്ള സംഭവം പ്രാബല്യത്തിൽ വന്നു. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ BLMR നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ആശങ്കകളും ഒരുപാട് കോംപ്ലിക്കേഷനും ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും പേടിക്കാനില്ല. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിൽ വരണോ പൂരിപ്പിക്കണോ എന്നൊക്കെ ആശങ്കയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഈ ഫോം കൊണ്ടു തന്നു കഴിഞ്ഞാൽ ആ ഫോം പൂരിപ്പിച്ച് അന്ന് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഫോം കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആളില്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഫോം പൂരിപ്പിക്കാൻ അറിയാത്ത ആളാണല്ലോ, പ്രശ്നമേയില്ല. നമുക്ക് പിന്നീട് പൂരിപ്പിച്ച് കൊടുത്താലും മതി. അപ്പം അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ഇതിൽ ഒന്നാമത് കാര്യമുള്ളത് എന്യൂമറേഷൻ ഫോം എന്ന് പറഞ്ഞ ഫോം, SIR എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻസ്. അപ്പം നോ ടെൻഷൻ, പ്രവാസികൾക്ക് ടെൻഷൻ വേണ്ട, അവരിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫോം കൊടുത്ത് അവരെങ്കിലും ഒപ്പിട്ടാൽ മതി. അതുപോലെ തന്നെ പൂരിപ്പിക്കാൻ അറിയാത്ത ആളില്ലെങ്കിൽ അവർക്കും ടെൻഷൻ വേണ്ട. ഇനി നിങ്ങളുടെ പേര് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ 2025 വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, അതുപോലെ തന്നെ 2002 വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾ ഒരു ഡോക്യുമെന്റും ആവശ്യമില്ല. ഞാനിവിടെ ചെയ്തിട്ടുണ്ട് 2025 വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്, യെസ്. 2002 വോട്ടർ ലിസ്റ്റിലും നിങ്ങളുടെ പേരുണ്ട്, വോട്ടർ ലിസ്റ്റിൽ യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്യേണ്ട. 2025 വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല, നിങ്ങൾക്ക് പുതുതായി ചേർക്കണമെങ്കിൽ ഫോം 6 അത് പൂരിപ്പിച്ച് ചെയ്യണം. അത് നമുക്ക് വേറെ തന്നെ ടോപ്പിക്കാണ്. 2025 നമ്മളെ പേരുണ്ട്, യെസ്. 2002 നോക്കുമ്പോൾ നമ്മുടെ പേരുണ്ടാവില്ല. കാരണം ഞാൻ 1989 ജനിച്ചിന്. 1984 ജനിച്ചതിന് ശേഷം 18 വയസ്സ് പൂർത്തിയായ ആളുകൾ മാത്രമാണ് 2002 ഉണ്ടാവും. അപ്പോൾ യുവാക്കളൊക്കെ ഈ 2002 നമ്മുടെ പേരുണ്ടാവില്ല. അങ്ങനെയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത നോ ആണെങ്കിൽ 2 ഓപ്ഷൻ കൂടി വേണ്ടിയുണ്ട്. അതിൽ ഒന്നാമത്തത് 2002 നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽ മാത്രം കൊടുത്താൽ മതി. നമ്മുടെ ഉപ്പ, ഉമ്മ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മാദർ, എന്തായാലും ആരെങ്കിലും ആയിട്ട് കേരളത്തിൽ എന്തായാലും ഉണ്ടാവും. കേരളം മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല. അതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രൊവൈഡ് ഡോക്യുമെന്റ് 1 ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ ആധാർ കാർഡ് ഉണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ 2025 പേരുണ്ട്, 2022 റിലേറ്റീവിൽ ആരെങ്കിലും ഒരാളെ പേരുണ്ട്. അങ്ങനെയെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ കൊടുക്കുക, സംഭവം തീർന്ന്. നമ്മുടെ ഫോം തരുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ സെക്ഷനിലാണ് 2025 നമ്മുടെ വോട്ടർ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. രണ്ടാമത്തെ സെക്ഷനിൽ 2002 നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ എഴുതുക. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാവില്ല. അപ്പം ഞാൻ പൂരിപ്പിക്കേണ്ടത് 1ഉം 3ഉം ആണ്. കാരണം എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ വോട്ടർ ലിസ്റ്റ് അവിടെ ഉണ്ട്, അവിടെ നമുക്ക് പൂരിപ്പിക്കാം. അപ്പം ഇങ്ങനെ അത് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ സ്ക്രീൻഷോട്ടിൽ ഒന്നാമത്തെ നമ്മൾ 2025, രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2002 നമ്മുടെ പേരുണ്ടെങ്കിൽ അതുണ്ടാവില്ല. 2002 നമ്മുടെ റിലേറ്റീവിൻ്റെ പേരുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പ്രൊവൈഡ് ഡോക്യുമെന്റ് 1, ഡോക്യുമെന്റ് ആധാർ കാർഡ്, SLC, ഏതെങ്കിലും ID കാർഡ്, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി വേറൊരു കേസ് വരുന്നത്, ഇതാണ് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2025 നമ്മുടെ പേരുണ്ട്, 2002 നമ്മുടെ പേരില്ല, 2002 നമ്മുടെ റിലേറ്റീവിൻ്റെ പേരും ആരുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ഡോക്യുമെന്റ് 2 ഈ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. 2025 നമ്മുടെ പേരുണ്ട്, 2002 നമ്മുടെ പേരില്ല, 2002 നമ്മുടെ റിലേറ്റീവിൻ്റെ ആരും പേരില്ലെങ്കിൽ 1987 7 മാസത്തിന് മുമ്പ് ജനിച്ചവർ അവരുടെ ജനനതീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൊടുത്താൽ മതി. 1987 മുതൽ 2004 ജനിച്ചവർ അവരുടെ ജനനതീയതി ജനസ്ഥലം തെളിയിക്കുന്ന രേഖ, അതുപോലെ തന്നെ ഉപ്പയുടെ ഉമ്മയുടെ ജനനതീയതിയും മറ്റും തെളിയിക്കുന്ന രേഖ. ഈ 2/12/2004 ശേഷം ജനിച്ചവരാണെങ്കിൽ ജനതീയതി കൊടുക്കുന്ന രേഖ, അതുപോലെ തന്നെ പിതാവിൻ്റെ ജനതീയതി, മാതാവിൻ്റെ ജനതീയതി കൊടുക്കുന്ന രേഖയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അത് പിതാവ് ഇന്ത്യക്കാരനെങ്കിൽ നിങ്ങളുടെ ജനസമയത്ത് അവിടെ പാസ്പോർട്ടിൻ്റെ മറ്റു വിസയുടെ പകർപ്പും നമുക്ക് നൽകാവുന്നതാണ്. ആ ഡോക്യുമെന്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. 2002 നമ്മുടെ വോട്ടർ പട്ടിക ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2025 വോട്ടർ ലിസ്റ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ആശങ്കയും വേണ്ട. 2025 2002 ഉള്ളവർക്ക് തീരെ ആശങ്ക വേണ്ട. 2025 2002 നമ്മളെ റിലേറ്റീവിൻ്റെ ആരെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ, 2002 ആരെങ്കിലും റിലേറ്റീവിൻ്റെ ഉണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉപ്പാനും ഉമ്മാനും ആരെങ്കിലും വിളിച്ചു പറയാം. നമ്മൾ ഏതെങ്കിലും ആധാർ കാർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവും, അത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഡോക്യുമെന്റ് 2, ബർത്ത് സർട്ടിഫിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു പ്രശ്നവും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.